ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു പുതിയ അൺബോക്സിംഗ് വീഡിയോ ആണ് ട്ടോ. ഞാൻ വാങ്ങിച്ചൊരു പുതിയ മൈക്ക് ഉണ്ട്, ഡിജിടെക്. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോർമലി ഞാനിപ്പോൾ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ മൈക്കിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ കുറച്ചും കൂടി സൗണ്ട് പോരാ, സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട്. അപ്പോൾ ആ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ മൈക്ക് വാങ്ങിച്ചു. ഇത് എത്രത്തോളം കിട്ടുന്നുള്ളത് നമുക്ക് അനുഭവിച്ചറിയാം. അപ്പോൾ ഓൾറെഡി ആ ഒന്ന് ബോക്സ് പൊളിച്ച് നോക്കിയാണ്, നമ്മൾ ആമസോണിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാം. പിന്നെ ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ രണ്ട് മൈക്കാണ്, ഒരു റിസീവറും രണ്ട് മൈക്കാണ്. നമ്മൾ രണ്ടാൾ തമ്മിൽ സംസാരിക്കണമൊക്കെ ഇതുപോലത്തെ ഒരു മൈക്കും കൂടി വരും. അത് അപ്പുറത്തെ ആളെ വെച്ചിട്ട് ഒറ്റ റിസീവർ വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇപ്പം നിലവിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സംഭവം തന്നെ രണ്ട് മൈക്കും ഒരു റിസീവറും വെച്ചിട്ടാണ് ഈ ബോക്സ് ഡിജിടെക്കിൻ്റെ ഈ മൈക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തമ്മിലുള്ള ക്വാളിറ്റി, പിന്നെ അതേപോലെ പ്രൊഡക്റ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. നേരെ വീഡിയോയിലോട്ട് പോവാം, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഡിജിടെക് എക്സ്ട്രീം എന്ന് പറഞ്ഞിട്ട് പ്രൊഫഷണൽ വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് DWM101. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വയർലെസ് ആണ്, ടൈപ്പ് സി ഉണ്ട്, അൾട്രാ ക്ലിയർ സൗണ്ട്, 360 സൗണ്ട് ക്യാപ്ചർ, റിയൽ ടൈം മോണിറ്ററിങ് ഉണ്ട്. അതേപോലെ തന്നെ ബാക്കി അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ 100 മീറ്റേഴ്സ് വരെ മാക്സിമം അത് ഡിസ്റ്റൻസ് കിട്ടുമെന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. നമുക്ക് നോക്കാം, എല്ലാം നോക്കാം. പിന്നെ അതിൻ്റെ ബോക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ ഇവിടെ ഒരു വിത്ത് ലൈറ്റിംഗ് കേബിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഐഫോണിന് യൂസ് ചെയ്യാൻ പറ്റിയ കേബിൾ ഇതിനകത്തുണ്ട് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ബാക്കി കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്: ട്രാൻസ്മിറ്റർ, പിന്നെ റിസീവർ, വിൻഡ് മഫ്, പിന്നെ കേബിളുകൾ, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു പാക്കിംഗ് ആണ്. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാൻ ഡിജിടെക് എന്ന് പിന്നെ ബാഡ്ജ് ചെയ്ത ഒരു നല്ലൊരു പൗച്ച് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഡിജിടെക്കിൻ്റെ കണ്ട, ഇത് റിസീവർ ആണ് വരുന്നത്, ഇത് ട്രാൻസ്മിറ്റർ ആണ് വരുന്നത്, ഇതും ട്രാൻസ്മിറ്റർ ആണ്. ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് മൈക്കാണ്, രണ്ട് മൈക്ക്, അതിൻ്റെ റിസീവറുമാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ മൂന്ന് ഇതാണ് വരുന്നത്. പിന്നെ കേബിളുകളാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ, കണക്ടിവിറ്റിയും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കാറ്റലോഗ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ഇയർഫോൺ ഉണ്ട്. ഇത് നമുക്ക് ലൈവായിട്ട് നമുക്ക് നമ്മുടെ സൗണ്ട് തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന ആൾ റിസീവറിൽ നിന്ന് കണക്ഷൻ ചെയ്തിട്ട് നമുക്കിത് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയുന്ന സൗണ്ട് അവിടെ ക്യാമറ പിടിച്ച് ഇരിക്കുന്ന ആൾക്ക് ലൈവായിട്ട് കേൾക്കാനുള്ള സൗകര്യം, അതിനുള്ള ഒരു ചെറിയ ഹെഡ്സെറ്റ്. ഇത് വലിയ ക്വാളിറ്റി ഒന്നും കാണുന്നില്ല. പിന്നെ ഒരു സി ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് ഫോണിൻ്റെ കേബിൾ, അതായത് നമുക്ക് സി പോർട്ട് ഇതിനകത്ത് കുത്തിയിട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ, സൗണ്ട് ഫോണിലേക്ക് കൊടുക്കാൻ. ഇത് പിന്നെ ഡബിൾ സി പോർട്ട്, ഒരു കേബിളിൽ നിന്ന് ഡബിൾ സി പോർട്ട്. ഇത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ. ഇതിനകത്ത് ചാർജിങ്ങും ഉണ്ട്, ബാറ്ററീൻ്റെ ഇതൊക്കെ ഇതിനകത്ത് കാണിക്കും. അപ്പോൾ ഇത് ചാർജ് ചെയ്യാനുള്ള ഒരേ സമയം രണ്ട് പിന്നെ ട്രാൻസ്മിറ്റർ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ വിൻഡ് മഫാണ് വരുന്നത്. നമുക്ക് മൈക്കൊക്കെ ഒരു കാറ്റൊക്കെ ഉള്ള സമയത്തൊരു ഒരു 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 പിന്നെ അതിൻ്റെ ആ കാറ്റിൻ്റെ സൗണ്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡ് മഫാണ് ഈ വരുന്നത്. അത് രണ്ട് പിന്നെ ട്രാൻസ്മിറ്ററിനും വിൻഡ് മഫ് വരുന്നുണ്ട്. ഇതിനൊരു പ്ലാസ്റ്റിക് കണക്ടറാണ് വരുന്നത്, അതിനകത്ത് കുത്തി കൊടുക്കുക. പിന്നെ ഐഫോണിന് മാത്രമായിട്ട് വരുന്ന ഒരു സംഗതിയാണ് ഇത്. ഒരു അറ്റത്ത് സി പോർട്ടും ഒരു ലൈറ്റിനിങ് പോർട്ടും. പിന്നെ വരുന്നത് പിന്നെ ഒരു ക്യാമറക്കുള്ള ഇതാണ്. ഇത് ഈ സോക്കറ്റ് വ്യത്യാസമുണ്ട്. ഇവിടെ സി പോർട്ടാണ് വരുന്നത്. ഇത് ക്യാമറക്കാണ്. ഇത് 4 ബിറ്റ് ചാർജിങ്ങിന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇതുവഴി ചാർജ് ചെയ്യരുത് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ബോക്സിനകത്ത്, ഈ പൗച്ചിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ നമുക്ക് ഒരു മൈക്കും ഒരു പിന്നെ റിസീവറും, ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും അങ്ങനെയാണ് വരുന്നത്. ഓൺ ചെയ്യാൻ ഇതിനകത്ത് ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ
അപ്പോൾ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ മൈക്ക് ഓണായി ഇവിടെ ഇതിൻ്റെ പെയറിങ്ങിനുള്ള ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പെയർ ആയിട്ടില്ല. അപ്പോൾ പെയർ ആവണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസീവർ ഓൺ ആവണം. അപ്പോൾ നമ്മൾ റിസീവറും കൂടി ഓൺ ആക്കി കൊടുക്കുക. ഇപ്പോൾ റിസീവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ വിത്തിൻ സെക്കൻഡ് അത് പെയറായി. ഇപ്പോൾ രണ്ടും തമ്മിൽ പെയറായിട്ടുണ്ട്. നമുക്ക് ഒരു മൈക്ക്, അതായത് ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും, നമുക്ക് ഒരു ട്രാൻസ്മിറ്ററും കൂടി വരുന്നുണ്ട്. നമുക്ക് 3 പേരുള്ള അല്ലെങ്കിൽ 2 പേരുള്ള സംഭാഷണമൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ 2 പേർക്കും ഉപയോഗിക്കാം, മൈക്ക് ഉപയോഗിക്കാം. അത് ജസ്റ്റ് ഇതും കൂടി ഓൺ ചെയ്താൽ ഇപ്പോൾ 2 ട്രാൻസ്മിറ്ററും നമുക്ക് എന്താവും, അപ്പോൾ പെയറായി. ഇപ്പോൾ ഈ 2 മൈക്കും വർക്കിംഗ് ആണ്. ഈ 2 മൈക്കും വർക്കിംഗ് ആണ്, റിസീവറും ആക്റ്റീവ് ആണ്. അപ്പോൾ എല്ലാം പെയറായിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത് ഓഫ് ചെയ്തിടാം. ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ ഓഫ് ആവും. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇത് സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ടിലേക്ക് പോകും. മ്യൂട്ടിലേക്ക് പോകും. പിന്നെ അതേപോലെ ഇതിനകത്ത് ഇത് റിസീവറാണ്. ഇതിനകത്ത് വോളിയം പ്ലസ് ഉണ്ട്, വോളിയം മൈനസ് ഉണ്ട്. നമുക്ക് വോളിയം കുറക്കാൻ പറ്റും, കൂട്ടാൻ പറ്റും. അതേപോലെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതാ ഇയർഫോൺ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ലൈവായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമുക്ക് ഈ ഹെഡ്സെറ്റ് നമ്മൾ ചെവിയിൽ ഇവിടെ കുത്തിയിട്ട് ചെവിയിൽ വെച്ചാൽ നമുക്ക് ഈ മൈക്കിലൂടെ പറയുന്ന ഇതിൽ നമുക്ക് കേൾക്കാൻ പറ്റും. റെക്കോർഡ് ചെയ്യുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ട്രാൻസ്മിറ്ററിൽ അഥവാ മൈക്കിൽ വരുന്നത് ഇതാണ് മൈക്കിൻ്റെ പോയിന്റ്. ഇവിടെയാണ് ഈ വിൻഡ് മഫ് നമ്മൾ ഈ കണക്ടറിൽ ഇട്ടിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കാണ്. ഈ മൈക്ക് ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ട് ഇതിലൂടെ സംസാരിക്കാൻ പോവാം. അന്നേരം നമുക്ക് കേൾക്കുന്ന സൗണ്ടിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് പല ആളുകളും പരാതി പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് കുറവാണ്. അപ്പോൾ ഇതിൽ സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉച്ചത്തിൽ സംസാരിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഇതേപോലെ തന്നെ സംസാരിച്ച് നോക്കാം. എത്രത്തോളം സൗണ്ടിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. യെസ്, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് നമ്മുടെ ഏറ്റവും പുതിയ ഡിജിടെക് മൈക്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട്. ഈ മൈക്ക് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ സാധാരണ സൗണ്ടാണ് വരുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എക്കോ മോഡിലല്ല, നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാണ്ട് വിത്തൗട്ട് നോയിസ് എന്ന് പറഞ്ഞാണ്ടുള്ള ഒരു ഓപ്ഷനിലാണ്. അതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിലൂടെയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ള വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇനി ഞാൻ എക്കോ എന്ന് പറഞ്ഞ മോഡിലേക്ക് മാറ്റാൻ പോകും. എക്കോയിലേക്കായി ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ശബ്ദം ഒരു എക്കോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ഈ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. എനിക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന ആൾക്ക് ഇത് അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്ന ആൾക്ക് ലൈവായിട്ട് കേൾക്കാൻ പറ്റും. അതേപോലെ ഇതിനകത്ത് നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് സിംഗിൾ ക്ലിക്ക് ചെയ്താൽ ഈ മൈക്ക് മ്യൂട്ടാക്കാൻ പറ്റും. അതേപോലെ പിന്നെ ഇവിടെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അത്രയും ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷനും പെയറിൻ്റെ ഇൻഡിക്കേഷനും ഒക്കെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് പോലെ കാണിക്കുന്നത്. വേറെ അഡീഷണൽ ആയിട്ടുള്ള വേറെ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ആ പഴയ മൈക്ക്, നേരത്തെ ഉപയോഗിച്ച പഴയ മൈക്കാണ്. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൈക്ക്. ഇതൊരു നോർമൽ ഒരു മൈക്കാണ്. ഇതിൻ്റെ ഒരു റിസീവർ ഇങ്ങനെ വരുന്നത്, 2 മൈക്ക് ഇങ്ങനെ വരുന്നത്. ഇത് ഒരു ചാർജിങ് ആയിട്ടുള്ള ഒരു പൗച്ചാണ് വരുന്നത്. നമ്മൾ ഇതിനകത്ത് C ടൈപ്പ് ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്ത് കൊടുക്കുക. മൈക്ക് ഇതിനകത്ത് വെച്ചാൽ ഓട്ടോമാറ്റിക് ചാർജ് ആവും. അങ്ങനത്തെ ഒരു ഇത് ഡബിൾ തന്നെ ആയിരുന്നു. പക്ഷേ ഇതിൽ സൗണ്ട് കുറവാന്നുള്ളൊരു പ്രശ്നമായിരുന്നു. വേറെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും കാലം ഇത് തന്നെയാണ് ഉപയോഗിച്ചത്. ഇനി നമ്മൾ വ്ളോഗിലൊക്കെ ഈ മൈക്കായിരുന്നു ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്രത്തോളം സൗണ്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അനുഭവിച്ചറിയാം. ഇനി നമുക്ക് ഈ മൈക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രത്തോളം കിട്ടുന്നുണ്ട്, പുറത്തു നിന്നുള്ള സൗണ്ട് എത്രത്തോളം ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പുറത്ത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഡിജിടെക്കിൻ്റെ മൈക്ക് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഐഫോണിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈക്കുണ്ട്, റിസീവർ ക്യാമറയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ദൂരം കിട്ടുന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ പുറത്താണുള്ളത്, വണ്ടിൻ്റെ സൗണ്ടും, വീടിൻ്റെ പുറത്താണുള്ളത്, വണ്ടിൻ്റെ സൗണ്ടും അങ്ങാടിയത്തെ സൗണ്ടും എല്ലാം കേൾക്കുന്നുണ്ടാവും. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, എത്രത്തോളം കിട്ടുന്നുണ്ട് നോക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ക്യാമറയിൽ നിന്നും ഒരു 5 മീറ്റർ അകലെയാണ്. ഇപ്പോൾ ശരിക്കും കേൾക്കുന്നുണ്ടാവും. ഇനി കുറച്ചും കൂടി പുറകോട്ട് പോവുകയാണ്.
കുറച്ചും കൂടി പുറകോട്ട് പറഞ്ഞാൽ ഒരു 10 മീറ്റർ അകലെ. ഇത്രയും ദൂരത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സൗണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ക്യാമറ പിടിക്കുന്ന ആൾ സൗണ്ട് അവിടെ ഹെഡ്സെറ്റ് കുത്തിയിട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ശബ്ദം കട്ടായാൽ അവിടുന്ന് കേൾക്കുന്നില്ല എന്നുള്ളത് പറയും. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഈ പിന്നെ ട്രാൻസ്മിറ്ററും റിസീവറും ഒരേ ദിശയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദൂരം കിട്ടും. ഇനി നമ്മൾ ഒന്ന് ചെരിഞ്ഞിട്ട് തിരിച്ച് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഇപ്പോഴൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം നമുക്ക് മതിയായ ദൂരം കിട്ടുന്നുണ്ട്. ഇനി എത്രത്തോളം ദൂരം കിട്ടും എന്നുള്ളത് നമുക്കൊരു തുറസായ സ്ഥലത്തൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത്രയും ആവശ്യത്തിലധികം നമുക്ക് ദൂരം വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള സൗണ്ട്. നമ്മൾ നോർമൽ രീതിയിൽ സംസാരിക്കുന്ന സൗണ്ട് വരുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കുന്നവർ, ഇതിനെക്കുറിച്ച് അറിയുന്നവരൊക്കെ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തും കേട്ടോ. പിന്നെ അതേപോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നോർമൽ ഷോപ്പിലൊക്കെ വരുന്നത് 4800 4900 റേഞ്ചിലാണ് വരുന്നത്. നമ്മൾ ഷോപ്പിൽ പോയി നോക്കിയതാണ്, പക്ഷേ ഷോപ്പിൽ EMI ഓപ്ഷൻ ഇല്ല. പിന്നെ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിൽ വരുന്നത് 4399 രൂപയാണ്. ഷോപ്പിൽ നിന്ന് പറഞ്ഞത് 1 ഇയർ വാറണ്ടിയാണ് പറഞ്ഞത്. ആമസോണിൽ നോക്കുമ്പോൾ 6 മന്താണ് വാറണ്ടി കാണിക്കുന്നത്. പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് EMI ഇടാൻ പറ്റും, നമുക്ക് തന്നെ EMI ആക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ ഇവിടെ യൂട്യൂബ് ലിങ്ക്, അതേപോലെ എല്ലാറ്റിൻ്റെയും QR കോഡ്, ഇവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ QR കോഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കംപ്ലയിൻസ് ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്യാനുള്ള സൈറ്റ് അഡ്രസ്സും കാര്യങ്ങളും, പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ളൊക്കെ QR കോഡ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബായ്.